ഹലോ, ഞാൻ സുനി സജയ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. യേശുവിൻ്റെ മണവാട്ടി സഭയാണ് നമ്മൾ. യേശുവിൻ്റെ മണവാട്ടി സഭയിലെ അംഗമാണ് നമ്മളെ. യേശുക്രിസ്തുവിൻ്റെ ആ സഭയിലേക്ക് ചേർക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താലും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് നമ്മളെ സൂക്ഷിച്ചേക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടുമാണ് നമ്മൾ ആ ശ്രേഷ്ഠ ജാതി കേട്ടോ. അതൊരിക്കലും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വചനം ഒന്ന് വായിച്ചിട്ട് കിടക്കണം കേട്ടോ. ഇത് നമുക്ക് മാനസാന്തരം ഉണ്ടാക്കണം വചനം കേട്ടോ. റോമർ 2:1. വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിഭാഗം പറവാനില്ല. അന്യനെ വിധിക്കുന്നത് നീ നിന്നെ തന്നെ കുറ്റം വിധിക്കണം. നമുക്ക് വല്ലവരെയും കുറ്റം പറയാൻ ഭയങ്കര നല്ല. നമ്മുടെ മനസ്സെ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ സ്വഭാവം തന്നെ നമ്മൾ പറയണേ. ഓരോരുത്തർ ചിലർ പറഞ്ഞേക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര സംശയരോഗം. അവർക്ക് അവരെ തന്നെ ഇതാ. ചിലർക്ക് കാണുന്ന എല്ലാം അയ്യോ അത് അവരെടുത്തു ഇങ്ങനെ എല്ലാം നമ്മുടെ ക്യാരക്ടറാണിത്. അപ്പോൾ നിനക്ക് വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നല്ലോ എന്ന്. നമ്മൾ മറ്റുള്ളവരെ പറ്റി വിധിച്ചുകൊണ്ട് നടന്നിട്ട് നീ അത് തന്നെ പ്രവർത്തിക്കുമല്ലോ എന്ന്. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്ന കേട്ടോ. മറ്റുള്ളവരുടെ ഒന്നും ദൈവത്തിൻ്റെ ഒന്നും കുറ്റം പറയാൻ നമുക്ക് യോഗ്യതയില്ല. നമ്മളെ തന്നെ ഒന്ന് വിധിച്ചാൽ മതി. നമുക്കിടെ ക്യാരക്ടർ നന്നാകുക എന്നുള്ളത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോണതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ മാറി എൻ്റെ അവസ്ഥ മാറും, എൻ്റെ ക്യാരക്ടറാണ് മാറേണ്ടത്. അത് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടിരിക്കാം. ആരെയും വിധിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോസിൽ നമ്മൾക്കടെ സ്വർണ്ണക്കടയുടെ ആനിവേഴ്സറി, അത് തന്നെ വലിയ അത്ഭുത സാക്ഷിയല്ലേ. കാരണം എന്നാ വെച്ചാൽ എനിക്ക് നിങ്ങൾ ഓർത്ത് നോക്കുക. അതിനുള്ള എല്ലാവരും പറയും ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഞാൻ ഈ പൊസിഷനിലെത്തിയെന്ന്. ഞാൻ കഠിനാധ്വാനമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് പുകഴാൻ തോന്നാറില്ല. ഒത്തിരി കഠിനാധ്വാനികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം കേട്ടോ അതേ പുകഴാത്തെ. ഒത്തിരി കഠിനാധ്വാനികൾ എങ്ങും എത്താത്ത മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ കഠിനാധ്വാനത്തിന് കുറ്റം പറഞ്ഞല്ല. കഠിനാധ്വാനം ഏറ്റവും നല്ലൊരു ക്യാരക്ടർ. ദൈവം ബൈബിളിൽ ഒത്തിരി അത് പറഞ്ഞിട്ടുണ്ട്. ഉഴപ്പരുത്. മടിയനോട് ഭയങ്കര വിരോധമാണ് ദൈവത്തിന്. പക്ഷേ ഞാൻ കഠിനാധ്വാനികളൊന്നും എത്താത്തതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞിട്ട് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ യേശുവിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചപ്പോൾ, യേശുവിനെ പഠിച്ചപ്പോൾ, യേശുവിനോട് കൂടെ നടന്നപ്പോൾ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു കേട്ടോ. അത് കാരണം ഞാൻ പറയണം, നിങ്ങളൊരു ദൈവമായിട്ട് നിങ്ങൾക്ക് ആരാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യേശുവിനെ ഒരു ഫ്രണ്ടാക്ക്. ഒന്ന് കൂട്ടുകൂടി വർത്തമാനം പറഞ്ഞു നോക്കിക്കേ. നിങ്ങളെല്ലാ കാര്യവും ഒന്ന് ഷെയർ ചെയ്തേ. നല്ല സുഹൃത്തുക്കൾ ഒത്തിരി പരിഹാരം പറഞ്ഞു തരില്ലേ. യേശുക്രിസ്തു നല്ലൊരു ഫ്രണ്ടാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ആ യേശുക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെയാട്ടോ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സ്വർണ്ണക്കട തുടങ്ങി തന്നെ. ഒരു പെണ്ണായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാന്നാ പറഞ്ഞത്. ഈ ഫീൽഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാണ്ട് സ്വർണ്ണക്കട തുടങ്ങിയേക്കണ വ്യക്തി. എനിക്കും തോന്നണേ ആയിരിക്കും. എല്ലാവരും ഒന്നില്ലേ വലിയ അപ്പനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കണക്റ്റഡാ സ്വർണ്ണമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ കാണും. ഒരു സ്ത്രീ ആദ്യമായിട്ട് ഒന്നും സ്വർണത്തിൻ്റെ കച്ചവടത്തിനെ പറ്റി അറിയാണ്ട് എനിക്ക് എൻ്റെ മകൻ പറയണേ, എനിക്ക് വലിയ ബോധമില്ലാത്ത കാരണം ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിയാടി ചെയ്യാൻ ഇറങ്ങണേന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടെങ്കിൽ ചെയ്യൂലെന്നാണ് പറയണേ. എൻ്റെ ദൈവം ഏതായാലും അത്രയും ബോധം. ഞാൻ യേശുവിൻ്റെ ബോധത്തിൽ ആശ്രയിക്കണേ. സുബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവ്. അപ്പോൾ ഇതിൽ നിങ്ങളും പങ്കാളികളായി. ഒത്തിരി പേര് സ്കീമൊക്കെ കൂടിയിട്ടുണ്ട്. നിങ്ങളും അതിൽ പങ്കാളികളായതിന് ഒത്തിരി നന്ദി. പക്ഷേ എനിക്ക് സഹായത്തിനായിട്ട് നിങ്ങളെ സ്കീമിലൊക്കെ കൂടിയത് നിങ്ങൾക്ക് ദൈവം വലിയ ബെനിഫിറ്റ് ആക്കി തന്നു. 3-1 എല്ലാവരും സ്കീമിലിട്ടവരുടെ കാശ് 3-1 വർദ്ധിച്ചു. അത്ര അനുഗ്രഹത്തിയിട്ട് അവർക്ക് കിട്ടി. പിന്നെ അപ്പോൾ നിങ്ങൾ ഗോൾഡ് സ്കീമിൽ കൂടണം. പിന്നെ നമ്മുടെ ആനിവേഴ്സറിയുടെ കുറേ ഫോട്ടോസൊക്കെ എൻ്റെ എല്ലാ വിശേഷവും നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാറില്ലേ. പിന്നെ ഹെയർ എപ്പോഴും കരാട്ടിൻ ചെയ്യും. ഞാനിപ്പോൾ കരാട്ടിൻ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത 1 വർഷം കഴിഞ്ഞു. എന്നിട്ട് പോലും എൻ്റെ മുടി ഇങ്ങനെ ഒഴുകി കിടക്കുവാന്നേ. എത്ര ഡ്രൈ ഹെയർ എന്ന് പറയാം. എൻ്റെ സ്കിന്നും ഒക്കെ ഡ്രൈയാണ്. ഇങ്ങനെ ഒരു എണ്ണ എനിക്ക് തേക്കാൻ പാടില്ല. എണ്ണ ഇങ്ങനെ ഒന്ന് കയ്യെ തൂക്കാം, അപ്പം എനിക്ക് നീർക്കെട്ട് കയറും. ഒരു എണ്ണ തൊട്ടിട്ട് കാലങ്ങളായി. മറ്റേ എണ്ണ ഇങ്ങനെ വെക്കണേയായിരുന്നു ഞാൻ. എനിക്ക് എണ്ണ പറ്റില്ല, പാലൊഴിച്ച് ഒരു സംഭവം പറ്റില്ല. അങ്ങനെ മൊത്തം ഇങ്ങനെ നിങ്ങളത് പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മാറിപ്പോട്ടെ. അപ്പോൾ ആ മുടിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസാണ് ചെയ്യണത്. ബോട്ടോസ് ചെയ്യാറില്ലേ. ബോട്ടോസൊക്കെ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് എനിക്ക് അതിൻ്റെ റിസൾട്ട് അത്ര തൃപ്തിയല്ലാഞ്ഞിട്ടാണ് ഞാൻ നാനോപ്ലാസ്റ്റിയായിട്ട് തിരിഞ്ഞത്. നാനോപ്ലാസ്റ്റിയെന്നും എനിക്ക് ബയോട്ടാനിസിൻ്റെ വന്നപ്പോൾ എൻ്റെ മുടിയിൽ അത് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ തൃപ്തി. ഇതിലൊക്കെ എല്ലാത്തിലും റേറ്റ് കൂടുതൽ ഇതിനുമാണ്. റേറ്റ് നോക്കണ്ട. ഇത് ഇത്ര പെർഫെക്റ്റ്
ഇതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ വേറെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് തൃപ്തി വരില്ല. അപ്പോൾ കരാട്ടിൻ ചെയ്യുക. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്, എന്ന് വെച്ചാൽ നാച്ചുറൽ, കെമിക്കൽ അല്ലാന്ന്. അതല്ല, നിങ്ങൾക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഹെയർ ലാക്സിങ്, സ്മൂത്തനിങ് എല്ലാം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ മുടിക്കിടയ്ക്ക് സ്പായൊക്കെ ചെയ്താൽ മുടി പെട്ടെന്ന് വളരും കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പായൊക്കെ ചെയ്തൊരു ഡ്രയറൊക്കെ വയ്ക്കുമ്പോൾ മുടിക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ മൾട്ടി വിറ്റാമിൻ, ബയോട്ടാരിസും, സിങ്കോവൈറ്റൊക്കെ ഇടയ്ക്കൊന്ന് കഴിക്കണം. മുട്ട കഴിക്കണം. മുട്ട ഒത്തിരി മുടി വളരാൻ നല്ലതാണ്. അപ്പോൾ മുട്ട തിന്നാനല്ലേ പറയണേ. ഞാൻ പിന്നെ മുട്ടയുടെ ആളാണ്. എനിക്ക് വേണം മുട്ട, എനിക്ക് അത് കാരണം എത്രയും മുടിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ ഫേഷ്യൽ. ഞാൻ ഫേഷ്യൽ ചെയ്യാഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് സമയം കിട്ടണില്ലെന്നേ. പിന്നെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ കുത്തും കോമയും ഒക്കെ. അപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു ഉത്സാഹിക്കുക ഫേഷ്യൽ ചെയ്തില്ലെങ്കിൽ. നമ്മൾ എൻ്റെ റീയൂണിയന് ചെന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ബോയ്സ് ഞങ്ങൾ റീയൂണിയന് മാത്രമായിട്ട് അവരെ കാണുള്ളൂ. അവർ പറഞ്ഞു, നിന്നെ കാണുമ്പോഴാടി ഞങ്ങൾക്ക് സമാധാനം, നിനക്ക് പ്രായം തോന്നണില്ല, അത് കാരണം ഞങ്ങൾക്കും പ്രായമില്ലെന്ന്. അപ്പോൾ തടിയും കൊണ്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്, മെല്ലിച്ച് നല്ല സ്ലിം ബ്യൂട്ടികൾ വേറെയുണ്ട്. ഈ മുഖത്തിൻ്റെ ചിരിയിലൊക്കെ ആയിരിക്കും അവർ പറയണത്, ആർക്കറിയാം. പക്ഷേ നമ്മളത് എൻ്റെ അതൊക്കെ ഫേഷ്യലിൽ ഒത്തിരി അനുഗ്രഹം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വചനത്തിനെ ആശ്രയിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടും ഭാരപ്പെട്ടുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ആ ടെൻഷൻ വരുമ്പോഴൊക്കെ യേശുപ്പനോട് പറയുക, യേശുമ്പരാൻ പരിഹരിച്ചു തരും. അല്ലാണ്ട് ഇപ്പോൾ വേറെ ആരോട് പറഞ്ഞിട്ട് എന്നാ കാര്യം, മനുഷ്യനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നോക്കുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഫേസ്ബുക്കിലും ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. ഇൻസ്റ്റയിൽ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ശരി എന്നാൽ. ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പോൾ ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത്, എന്നിട്ട് മുടിയൊക്കെ ഫ്രസിയായി പൊട്ടയായി. ഞങ്ങൾ പല പല കരാട്ടും ചെയ്തുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ നോക്കുക, കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങളെ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഇപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വെക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാ മതി, അല്ലാണ്ട് എന്താ ചെയ്യുന്നത്. അപ്പൊ ശരി എന്നാ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ മുടി കണ്ടോ. ഇപ്പൊ ആ മുടി ആടോ നോക്കിക്കേ. ആ തൊട്ടാലിങ്ങനെ അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷെ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പം ഇതിന് 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ അടിക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ. തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും. അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്. പക്ഷെ ആരാന്ന് പറയണ്ടാന്ന് പോയി. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിട്ട് സൂപ്പർ സംഭവം. ശരി എന്നാ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. വീഡിയോ പിടിക്കേണ്ട, മുടി ഒട്ടൂല, മുടി ഒത്തിരി ഉള്ളവരുടെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മുടിയുള്ളവരുടെ അല്ലേ വീഡിയോ പിടിക്കേണ്ടത്. അപ്പം അല്ലേ ഇങ്ങനെ മുടിയുള്ളവർ ഒത്തിരി സങ്കടപ്പെട്ട. പണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്തോ ഹെയർ സ്മൂത്തനിങ് ആയിരുന്നു തോന്നുന്നു അല്ലേ അതിൻ്റെ. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി നന്നായിക്കോളൂ കേട്ടോ. അതെ
അതിൻ്റെയാണ് ഇത്. അപ്പോൾ ഞാൻ വന്ന വഴിയെ അങ്ങനെ തന്നെ വീഡിയോ പിടിച്ചതാണ്, ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നല്ലൊരു അതിമനോഹരമായ ഈ മുടി ശരിയാക്കി എടുക്കാം. നമ്മൾ കരാട്ടിനൊക്കെ ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻ സൂപ്പർ റിസൾട്ടാണ്. ഇത് ഒത്തിരി അകലെന്ന് വന്നേക്കണേ. അപ്പോൾ കൊച്ചു പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീടൊരു സ്ഥലത്ത്, ഇതിൻ്റെ വീടൊരു സ്ഥലത്ത്. ഇപ്പോൾ താമസിക്കണം വേറെ. ഇവിടെ എല്ലായിടത്തും ബാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും അന്വേഷിച്ച് പുറത്ത് വന്നേക്കണേ. ഗുഡ് റിസൾട്ട് തന്നെ യേശുവിൻ്റെ കൃപയാക്കി ഇട്ടിട്ട് ഇത്രയും അകലെ വന്നെയല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടം വീഡിയോയിൽ ആ വചനം പറയണതാണ്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാമൊഴിയാൽ തന്നെയല്ലേ ആ യേശുബ്രാൻ വചനം ആകുന്ന യേശുബ്രാൻ അനുഗ്രഹിച്ച് ഇത് ഒരു അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹലോ, ഈ മക്കളെ ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു. അങ്ങോട്ട് പോയി പൊട്ടും മുടിയിൽ ഇവിടം വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കണ്ടതല്ലേ. ഇത്രയും മുടി കാണുന്നതിന് ഇത് പകരമായിട്ട് പുള്ളിക്കാരി അടിയിലൊരു പണ്ട് ഇവിടെ വന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു മുടിയും കൂടെ വെച്ച് ഞാൻ നോക്കുക. അന്നേരം മേളിലൊക്കെ ഉള്ളുണ്ടായിരുന്നു, അടിയിൽ ഒട്ടും ഉള്ളിലാണ്ടിരിക്കും പറഞ്ഞു. എങ്ങനെ ഉള്ളായെന്ന് പറഞ്ഞു. എന്നോടൊക്കെ കൊച്ചു പറയില്ല അങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ വേറെ മുടി വെക്കാറുണ്ടോന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സിൻസിയറായിട്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വെച്ച് കാണിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. നമ്മൾ ബൈബിൾ വചനമൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേ കണ്ടോ, ഇതിന് വേണ്ട മുടിയുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാ വെക്കണേന്ന്. അടി മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടോ, ഇപ്പോൾ ഇത്രയും മുടിയില്ലേ, അടി മാത്രമാണ് ഇച്ചിരി ഇവിടെ കൊണ്ട് ഇച്ചിരി നീളം കുറയേണ്ട കാര്യമുള്ളൂ. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ പറയും, പണ്ട് ഒത്തിരി മുടി ഉണ്ടാകുന്ന കൊച്ചായിരുന്നാണ്. ഈ കൊച്ചിന് എന്തൊക്കെയോ ആരോഗ്യ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റ് ഹെയർ ഒന്നും ഈ പ്രായത്തിൽ വരില്ല, അതിനുള്ള പ്രായമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം. D3 പണ്ട് ഒത്തിരി കുറവായിരുന്നു. അതാണ് എനിക്കൊക്കെ എങ്ങനെ അന്നേരം അറിയാൻ കൊള്ളാറുന്നല്ലോ D3. ഇപ്പം എനിക്ക് D3 37 ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പം ഹീമോഗ്ലോബിനും ഒക്കെ കൂടിയിരിക്കുക. അപ്പം ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. യേശു ഇല്ല, അതിന് അടിമയായിക്കോന്നാണ് എനിക്ക് നീർക്കെട്ടിന്. നമ്മൾ പറഞ്ഞു എനിക്ക് ഇന്ന അസുഖം അങ്ങനെ പറയരുത്. ഒരസുഖം നമ്മുടെ ശരീരത്തിൽ വാണില്ല. നമ്മൾ ക്രിസ്തു യേശു വസിക്കുന്ന വിശുദ്ധ മന്ദിര. ശാപത്തിനോ പാപത്തിനോ പാരമ്പര്യത്തിനോ രോഗത്തിനോ നമ്മുടെ ഈ വാഴാൻ അധികാരമില്ല. യേശു വാഴുന്നിടത്തേക്ക് നോക്കാനൊന്നും ശക്തിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പൂർണ്ണാരോഗ്യം ദീർഘായുസം തരാൻ മതിയായവനെ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഈ മുടി ഒരു വർഷം കഴിയുമ്പോഴത്തേനും ഇതിന് ഇരട്ടി ഉള്ളു പണ്ടത്തെ വേണ്ടി അതുപോലെ ആകും. അതുപോലെ ആകുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരെന്ന് പറയണത് ലഡു വേണോ ജിലേബി വേണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിളിച്ചിട്ട് വരുന്നത് ഉറപ്പായിട്ടും അങ്ങനെ മുടി ഉണ്ടാവുന്നത്. നിങ്ങൾ ബയോട്ടിനും സിങ്കോവൈറ്റും കഴിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന്, ആരോഗ്യ പ്രോബ്ലം എന്ന് നോക്കുക. D3 കുറവാണോ, എന്താ കുറവെന്ന്. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കണം. ആഫ്റ്റർ കെയർ എന്നും മൾട്ടിവിറ്റാമിൻ. ഇപ്പോൾ ചെടിയൊക്കെ പൂക്കാൻ വളയിടാണ്ട് കുറച്ച് പൂക്കണുണ്ടോ. പണ്ട് ചുമ്മാ നട്ടാൽ പൂക്കൂലായിരുന്നോ. മാവ് കായ്ക്കണമെങ്കിൽ വളരണം, ഇല്ലേ മാവ് 25-30 വർഷമാകും. അങ്ങനെയെല്ലാം അങ്ങനെയൊക്കെ ആയി മണ്ണിൻ്റെ കാര്യം. അപ്പം നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. മണ്ണിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാം ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരുന്നു. ABC ജ്യൂസൊക്കെ കഴിക്കാം. ആപ്പിളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ കൗണ്ടൊക്കെ കൂടി, ഹീമോഗ്ലോബിനൊക്കെ കൂടി, അത് കൂടിയപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി കറുപ്പൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ശരി, അത് ഇഷ്ടപ്പെട്ട മോളെ തല കിക്കോട്ടെ. അവിടുന്ന് ഇപ്പം എന്ത് വന്നാലും നിങ്ങൾ കേൾക്കണില്ലോ. അപ്പം ശരിയാണ്. ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. മുടി പഴയ പോലെ ആക്കി തരും. പറയണ പോലെ കേട്ടാൽ മതി. ശരിയാണ്. ഹായ് ഹലോ, കഴിഞ്ഞ 30 വർഷമായി ടെക്സ്റ്റൈൽ രംഗത്ത് മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന രേവതി വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ പുതിയ സംരംഭമായ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടിയാട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ്, ആൻറ്റിക്, കേരള ട്രഡീഷണൽ, സ്വാ ഡയമണ്ട്സ്, സ്വർണ്ണാഭരണങ്ങളുടെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഇവിടെയുള്ളത്. സ്വർണത്തിന് വില കൂടുതലാണെന്ന് കരുതി ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് സേവിങ് സ്കീംസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും സേഫായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യല്ലേ. ഇവരുടെ കളക്ഷൻസ് എല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ.
ഇത് മോൻ, ഇത് കുഞ്ഞുവാവ, ഇത് മോള്, ഇത് സുപ്രിയ ഞാനേ ടിഷ്യൂ എടുത്തു പൗലോന്റെ പാട്ട് വന്നു. ആ ഹാപ്പി ബർത്ത്ഡേ. ചേച്ചിക്ക് കുറച്ച് കൊടുത്താൽ മതി. ഷുറാ. ടിഷ്യൂ ടിഷ്യൂ. ഹാപ്പി ബർത്ത്ഡേ. അടിക്കും അടിക്കും വീഡിയോ അടി കൊടുക്കണ ഏത് വേണം? സ്റ്റിക്ക് വേണോ? സ്റ്റിക്ക് വേണോ? വേണ്ട. രണ്ടും ഒന്ന് തന്നെയാ. രണ്ടും ഒന്ന് തന്നെയാ. എടുത്തോണ്ടിരിക്കുമ്പോ ഞെക്കുന്നേ. വേറെ സന്തോഷം. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കും ഇതേപോലെ തന്നെ ഈ നിൽക്കുന്ന ആളുകളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. ഇവിടെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് പറഞ്ഞു കൂടുതൽ ബ്രാൻഡുകൾ കേരളത്തിലേക്ക് വരട്ടെയെന്ന്. അപ്പം ഞാനത് പറഞ്ഞു കൂടുതൽ ബ്രാൻഡുകൾ കേരളത്തിലല്ല, ഇന്ത്യക്ക് പുറത്ത് ബ്രാൻഡുകൾ വന്നാൽ ഇതേപോലെ 2ാം വർഷം പോരുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് അപ്പോൾ ഒരാളുടെ വളർച്ചയിൽ കൂടെയുള്ളവരും വളരും എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും രേവതി ബ്യൂട്ടി പാർലറിൽ നിന്ന് തുടങ്ങി, രേവതി ബുട്ടീക്കിൽ നിന്ന് തുടങ്ങി, അത് വന്ന് ഇന്നിപ്പോൾ ഏറ്റവും വില കൂടിയ ഉൽപ്പന്നമായ സ്വർണ്ണത്തിലോട്ട് മാറി. അപ്പോൾ അതിനെയും ചേച്ചിയുടെയും ടീമംഗങ്ങളുടെയും ആ ഒരു പ്രയാണം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഇത്രയും മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് കൊണ്ട് എല്ലാ ആശംസകളും ഈ സമയത്ത് ഹാപ്പി ബർത്ത്ഡേ. ഏത് വേണം? സ്റ്റിക്ക് വേണോ? സ്റ്റിക്ക് വേണോ? രണ്ടും ഒന്ന് തന്നെയാ. രണ്ടും ഒന്ന് തന്നെയാ. അസോസിയേഷൻ പ്രസിഡന്റൊക്കെയാണ്, ഡയറക്ടറൊക്കെയാണ്. രാജ്മല എന്തൊക്കെ സംസാരിക്കും.